നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ചോട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂകൾ നിറയെ ഓണമായി. തുമ്പതൻ ചോട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂകൾ നിറയെ ഓണമായി. ആവണിപ്പാടം നീളേ പൂവുകൾ തേടി തേടി. ഉത്രാടപ്പാച്ചിലിൽ നാട്. തിരുവോണത്തെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കം. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണം. ശബരിമലയിൽ ഭക്തജന തിരക്ക്. വിപണികളിൽ തിരക്ക്. ഓണവിപണിയെ പൊള്ളിച്ച് മുല്ലപ്പൂവില. കിലോയ്ക്ക് 750 നിന്ന് 3000 വില ഇനിയും ഉയർന്നേക്കുമെന്ന് വ്യാപാരികൾ. ചൊക്രമുറി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തം. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. പുറമ്പോക്ക് ഭൂമിക്ക് മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി വ്യാജരേഖ ചമച്ചു നൽകി. കോഴിക്കോട് ഉള്ളിയേരിയിൽ അമ്മയും ഗർഭസ്ഥ ശിശുവും മരിച്ചതിൽ അന്വേഷണം. അശ്വതിയുടെയും കുഞ്ഞിന്റെയും മരണം ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കൾ. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളെല്ലാം വെട്ടിക്കുറച്ചെങ്കിലും തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. തിരുവോണത്തിന് മുമ്പുള്ള അവസാനത്തെ പകൽ ഓണത്തിന് വേണ്ടതെല്ലാം സ്വരുക്കൂട്ടാനുള്ള പാച്ചിലിലാണ് നമ്മൾ മലയാളികൾ. പൂവിപണിയും വസ്ത്രവിപണിയും പച്ചക്കറി വിപണിയും എല്ലാം തിരക്കേറി കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. ആജ്ഞ, എങ്ങനെയുണ്ട് കൊച്ചിയിലെ തിരക്കൊക്കെ? ഉത്രാടപ്പാച്ചിലിന്റെ ആ ഒരു ഫുൾ വൈബിലേക്ക് എത്തിയിട്ടുണ്ടോ കൊച്ചി ഇപ്പോൾ? കാണുന്നില്ല ആര്യ, ശരിക്കും നമ്മൾ രാവിലെ ഇവിടെ വന്ന സമയത്ത് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഒരുമാതിരി ഓണത്തിന്റെ തിരക്കൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഒരു ഫുൾ വൈബിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളുള്ളത് ബ്രോഡ്വേയിൽ പച്ചക്കറി റീറ്റെയിൽ മാർക്കറ്റിലാണ് ഉള്ളത്. അപ്പം ഓണത്തിന് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവസാനപ്പെട്ട ഒരുക്കത്തിലേക്കാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കാണാം. രാവിലെ നമ്മൾ വന്നപ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും ഈ കച്ചവടക്കാർ പറയുന്നുണ്ടായിരുന്നു ഒരു ഉച്ച കഴിയുന്ന സമയത്ത് അല്ലെ ഉച്ചയാകുന്ന സമയത്താണ് അത് തിരക്ക് കൂടുക എന്നൊരു പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ ഏതാണ്ടൊന്ന് ഓണായ മട്ടിലാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഓണം ഒരുക്കം എന്തായി? ഓണത്തെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പാച്ചിലാണ്. പച്ചക്കറിക്കൊക്കെ വില എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. അത്ര വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി ഇത് കഴിഞ്ഞിട്ട് എടുക്കണം. എല്ലാം മൊത്തത്തില് ഒന്നിച്ചിറങ്ങിയേക്കണേ. പച്ചക്കറി ഓണക്കോടി എല്ലാം കൂടി ഒരുമിച്ചുള്ള പരിപാടിയാണ്. ഇത് പിന്നെ അധികം ബാധിക്കാത്ത വില തന്നെയാണുള്ളത് പച്ചക്കറിക്ക്. അപേക്ഷിച്ച് വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഓണത്തിന് മുമ്പുള്ള വില ഇതായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല. അതിന് മുമ്പ് തന്നെ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. കാരണം ഇത് കൂടിയിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അങ്ങനെയാണ്. കാരണം പലരും ഇതുപോലെ ഡ്രസ്സും നാളത്തേക്കുള്ള പച്ചക്കറികളും പൂക്കളത്തിന് ഒരുക്കാനുള്ള പൂക്കളും അങ്ങനെ ഓണത്തിലേക്കുള്ള വിഭവങ്ങളെല്ലാം ഒന്നിച്ചു വാങ്ങാനുള്ള പ്ലാനിലാണ് പലരും ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മള് ഓണത്തിരക്കിൽ തന്നെയാണ് കൊച്ചി ഇപ്പോൾ ഉള്ളത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാം, നമ്മുടെ തൊട്ടു പിന്നിൽ തന്നെ കാണാം എന്താണ് ഇത്രയും ഒരു വലിയ തിരക്ക് തന്നെ. അതായത് നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വലിയ ഒരു റഷ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ചേട്ടാ, എന്തായി ഓണം ഒരുക്കം എന്തായി? ഓണം നല്ല രീതിയായിട്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. സാധനങ്ങൾക്കൊക്കെ വില കൂടിയോ? മാന്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. അഫോർഡബിൾ ആണല്ലോ. പച്ചക്കറിയോ നല്ല നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ചേച്ചി എന്ത് പറയുന്നു? സന്തോഷമായിട്ടിരിക്കുന്ന നല്ല ഓണം അടിപൊളിയായിട്ടുണ്ട്. പച്ചക്കറി എല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. മോനെങ്ങനെയാണോ ഓണത്തിന് വാങ്ങി തന്നു? ഓണത്തിന് ഡ്രസ് വാങ്ങിക്കഴിഞ്ഞു. ഇന്നാണോ വാങ്ങിയേ? ചെണ്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു.
എന്തായാലും അങ്ങനെയാണ്. അതായത് ഓണത്തിന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ, അത് കളിപ്പാട്ടങ്ങൾ, അവൻ ചെണ്ട വാങ്ങിയെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓണക്കോടി എടുക്കുന്നു, അതുപോലെ തന്നെ പച്ചക്കറി, ഇപ്പം പച്ചക്കറി വന്ന് വിപണിയിൽ വന്ന് പച്ചക്കറി വാങ്ങുന്നു, അതുപോലെ പൂക്കളത്തിനുള്ള ഒരുക്കങ്ങൾ, മറ്റ് ഓണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചുറ്റുവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് ഒന്നിച്ചു കൂട്ടുന്ന സാഹചര്യത്തിലാണ്. എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ വില? നല്ല വിലയാണ്. അത് പച്ചക്കറി വെണ്ടയ്ക്ക 20 രൂപ, അച്ചിങ്ങ 20, ബീട്രൂട്ട് 20, കുത്തമാല 20, കോക്ക 20, വെണ്ടക്ക, ബീട്രൂട്ട് 20. ഇതിങ്ങനെ പങ്കായിട്ടാണോ? പങ്കായിട്ടാണ് 20 രൂപ. അപ്പൊ അങ്ങനെ ചെറിയ പങ്കായിട്ടും പച്ചക്കറി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ആര്യ. നമുക്ക് ആവശ്യത്തിന് മാത്രം വാങ്ങുന്ന, അത് നമ്മൾ നേരത്തെയൊക്കെ ചാല മാർക്കറ്റിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ കൊച്ചിയിലും അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കത് പുതിയ അറിവാണ് കേട്ടോ. കാരണം കൊച്ചിയിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചെറിയ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു. ഇവിടെ ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ തോതിൽ മഴ തുടങ്ങി. രാവിലെ മുതൽ എനിക്ക് ഉത്രാടത്തിന് അന്നൊരു മഴയുള്ളതാണ്, പതിവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് അതാണ് ആജ്ഞയോടും ചോദിക്കാനുള്ളത്. തിരുവനന്തപുരത്ത് കൊച്ചിയിൽ എത്തിയിട്ടുള്ള ആജ്ഞയുടെ ആദ്യത്തെ ഓണമല്ലേ? എങ്ങനെ ഓണമൊക്കെ ഒരുങ്ങിയോ? കൊച്ചിയുടെ ഒരു വൈബ് എങ്ങനെയാണ്? ഓണം ഒരുങ്ങാനുള്ള ഒരു ആവേശവും ഒക്കെ. മലയാളികൾ എവിടെ ഉണ്ടായാലും ഓണത്തിന്റെ ആവേശം ഇതാണല്ലോ, ഉറപ്പാണല്ലോ. കാരണം എന്തായാലും ഫുൾ വൈബിലായ തന്നെ ആയിരിക്കും. ഓണം പ്രതീക്ഷിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വർഷക്കാലം മുഴുവൻ ഓണം കാത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ. നമ്മളൊക്കെ എങ്ങനെയാണല്ലോ അല്ലെ, ഓണത്തിനാവട്ടെ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനായാലും ആരെയായാലും എവിടെ പോലും നമുക്ക് ഓണം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഓണത്തിന്റെ ആഘോഷങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ ലാസ്റ്റ് മൊമെന്റ് വരെയും ചിലപ്പോൾ നമ്മള് ഈ പ്രതീക്ഷിച്ച ഒരു വൈബൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്തായാലും ജാതിമത ഭേദമന്യേ നമുക്ക് മലയാളിക്ക് അങ്ങേറ്റം അഭിമാനിക്കാവുന്ന ഒരു ആഘോഷം കൂടിയാണല്ലോ. എപ്പോഴും എല്ലാ സമത്വ സുന്ദര ലോകം സ്വപ്നം കണ്ടിട്ടാണല്ലോ എന്തായാലും ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. കൊച്ചിയിൽ നിന്ന് വന്ന ഓണം എന്ന് പറയുന്നത് ഇപ്പം പോകുന്നതേ ഉള്ളൂ, ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല. നമ്മുടെ ഓണമൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആരും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ. തീർച്ചയായും ആജ്ഞയ്ക്കും എന്തായാലും ഉത്രാടദിന ആശംസകൾ. നമുക്ക് നാളെയും ഒരുമിച്ച് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മളെല്ലാവരും ഡ്യൂട്ടിയിൽ തന്നെയുണ്ട്, ഓണ ദിവസമാണെങ്കിലും. അപ്പോൾ അതാണ് കൊച്ചിക്കാരുടെ ഓണവിശേഷങ്ങൾ. നമുക്ക് മറ്റ് റിപ്പോർട്ടുകൾ കൂടി നോക്കാം. ആചാരത്തനിമയിൽ ഉത്രാടക്കിഴി സമർപ്പണം നടന്നു. കോട്ടയം വയസ്കര രാജ്ഭവനിലെ സൗമ്യവതി തമ്പുരാട്ടിക്കാണ് ഉത്രാടക്കിഴി കൈമാറിയത്. വയസ്കര രാജ്ഭവനിലെത്തി ജില്ലാ കളക്ടർ ജോൺ വി സാമുവലാണ് ഉത്രാടക്കിഴി നൽകിയത്. വസ്ത്രവിപണിയിൽ വലിയ തിരക്കാണ് ഇന്നലെ വൈകിട്ട് മുതൽ അനുഭവപ്പെടുന്നത്. പലപ്പോഴും തിരക്ക് നിയന്ത്രിക്കാനാകുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത്തവണ ഓണത്തിന് തൊട്ടു മുൻപാണ് വിദ്യാലയങ്ങൾ അടച്ചതെന്നതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. നമ്മൾ കുറച്ചു നേരത്തെ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കണ്ടു. വസ്ത്രവിപണിയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട് കച്ചവടം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആലപ്പുഴ മുല്ലയ്ക്കൽ ടൗണിന് നടുക്കുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഓണാശംസകൾ. എങ്ങനെയുണ്ട് പൊതുവെ ഓണം? പൊതുവെ ഇപ്പോൾ 2 ദിവസമായിട്ട് കച്ചവടമുണ്ട്. നമ്മുടെ വയനാട് ദുരന്തത്തിന് ശേഷം മാർക്കറ്റ് മുഴുവൻ ഡൗൺ ആയിരുന്നു. ഇപ്പം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് സ്കൂളിന്റെ അവധി. ഈ ഇന്നലെ മുതലാണ് സ്കൂൾ അവധിയായത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു ഷോപ്പിങ്ങിന് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ന് കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. ഇന്നലെ മുതലാണോ തിരക്ക് കൂടി തുടങ്ങിയത്? ഇന്നലെ മുതലാണ് തിരക്ക് തുടങ്ങിയത്. 2 ദിവസം മുമ്പ് വരെ കാര്യമായ ചലനമൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് വസ്ത്രവിപണിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അല്ലേ, വലിയ രാവിലെ തൊട്ട് പാക്ക് ചെയ്ത് നിൽക്കണം. എന്താ അവസ്ഥ? എങ്ങനെയാ? കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നു. മാനേജ് ചെയ്യാൻ പ്രശ്നം വരുന്നല്ലേ? മാനേജ് ചെയ്യാൻ അവസാന നിമിഷം ഉണ്ടാകുന്ന ആ ഒരു റഷ് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. അതായത് സ്കൂൾ കുട്ടികളുമായി ആണ് എല്ലാവരും ഇപ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെയാണ് പർച്ചേസിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഷോപ്പുകളിലേക്കൊക്കെ എത്തുമ്പോൾ ലാസ്റ്റ് മൊമെന്റിലേക്കാണ് അല്ലേ? അതെ അതെ അതെ, തീരാറായി. ക്യാഷ് എല്ലാം കയ്യിലൊക്കെ എല്ലാം തീരും. അതിന്റെ ഒരു സന്തോഷം. എല്ലാം തീർന്നു, കയ്യിരുന്ന കാശല്ലേ? ഉടുപ്പൊക്കെ വാങ്ങി തന്നോ അച്ഛൻ? വാങ്ങി തന്നു. എപ്പോഴും ഉടുപ്പ് വാങ്ങിയേ? ഇപ്പൊ വാങ്ങിയതേ ഉള്ളു അല്ലെ? ഇത് കുട്ടികളുമായിട്ട് ഇറങ്ങാനാണോ നിങ്ങൾ അവസാനം വരെ? ഇന്നലെയൊക്കെ നല്ല റഷായിരുന്നു, റോഡ് തന്നെ ബ്ലോക്ക് ആയിരുന്നു. ഇന്ന് രാവിലെ ആയാൽ കുഴപ്പമില്ല,
ഇച്ചിരി അങ്ങനെ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ആണ് പലരും രാവിലെ വസ്ത്രവിപണിയിൽ നല്ല തിരക്കുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് ഇത്രയും വില കൊടുത്ത് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് അത് കൃത്യമായി കൊടുക്കാനായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് തിരക്കാണ്. എങ്ങനെയുണ്ട് മടക്കി രാവിലെ? ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് പോയത് ക്ലീൻ ചെയ്ത് 3 മണിയായപ്പോഴാണ് ഞങ്ങൾ പോയത്. 2 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല. ഒരു 3 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. രാവിലെ വീണ്ടും 9 മണിക്ക് വന്ന് കയറുന്നു. എന്നുവെച്ചാൽ നമുക്ക് സ്കൂളിന്റെ ഒരു എക്സാം ഒരു മാസം ഈ ഓണത്തിന് പറ്റിയായി. അതാണ് മെയിൻ സംഭവം. കാരണം ഫാമിലീസൊക്കെ ഇറങ്ങാൻ പിള്ളേർക്ക് പറ്റുന്നില്ല. എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ പെട്ടെന്ന് കയറുന്നപ്പോൾ നമുക്ക് തന്നെ തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാർക്ക് വേണ്ട സാധനം കൊടുക്കാൻ പറ്റുന്നില്ല. അവർ കിട്ടുന്നത് കൊണ്ട് അവർ പോകുവാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം സാധാരണ ഓണം എന്ന് പറയുമ്പോൾ ഒരു മാസം മുമ്പേ ആൾക്കാർ പർച്ചേസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അവസാനം വലിയ തിരക്ക് അനുഭവപ്പെടുത്തില്ല. എന്നാൽ കച്ചവടം എല്ലാവരും കിട്ടുകയും ചെയ്യും. ഇത് പക്ഷെ അവസാനം 2-3 ദിവസം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ്. ചേച്ചി എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഓണമൊക്കെ അടിപൊളിയല്ലേ. 2 വർഷം ഓണമൊക്കെ ആഘോഷിക്കാതിരുന്ന് കഴിഞ്ഞ കാര്യമായിട്ട് ആഘോഷിക്കുന്നു. ഇത്തവണ കാര്യമായിട്ട് ആഘോഷിക്കുന്നു. അതെ അതെ. ഈ എല്ലാവരും പറയുന്നത് ഇവരിപ്പോ ഷോപ്പിൽ തന്നെ ആൾക്കാർ പറയുന്നത് അവസാന മൊമെന്റിലേക്ക് എല്ലാവരും വെച്ചിട്ട് വന്നിട്ട് ഇപ്പൊ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കടകൾക്കെന്നാണ്. അതെ അതെ. ഇപ്പം ഇന്ന് ഈ പിന്നെ പൂക്കളുടെ കത്തപ്പൂക്കള മത്സരമൊക്കെ ഉണ്ട്. ഉത്തറാടത്തിന്റെ ഞങ്ങളുടെ അസോസിയേഷനിലൊക്കെ കത്തുണ്ട്. പൂക്കളൊക്കെ ഇട്ടേച്ചാണ് ഞാൻ വന്നത്. അടിപൊളിയായിട്ട് മൊത്തത്തിൽ സന്തോഷകരമായ സാഹചര്യം ഉണ്ട്. അതെ അതെ. ഞാനൊരു പഞ്ചായത്ത് മെമ്പറും കൂടെ. ഓ, ഏത് പഞ്ചായത്തിന്റെയാണ്? അമ്പലപ്പുഴത്തേക്ക്. പേരെന്താ? ജയലളിത. എല്ലാവിധ ആശംസകളും, ഓണാശംസകൾ. നമുക്കൊന്ന് ബാക്കിയുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിക്കാം. രക്ഷകർത്താക്കളും ഒക്കെ ആയിട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മോളെ കിട്ടിയോ? ഓണക്കോടി കിട്ടിയോ? ഓണക്കോടി കിട്ടിയോ? എടുക്കുക. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. ഓ, ക്ലാസ് ക്ലോസ് ചെയ്തിട്ട് വരാനിരുന്നാണ്. സ്കൂൾ അടച്ചിട്ട് വരായിരുന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും? പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഓണാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്? കൊള്ളായിരുന്നു. അതാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് പൊതുവെ? നിങ്ങളിത് ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കാണ്. ഈ തിരക്കിനിടയിൽ നിങ്ങളുടെ ഓണാഘോഷമൊക്കെ നടന്നോ? ഓണാഘോഷം ഇതുവരെ നടന്നിട്ടില്ല. നാളെ ചിലപ്പോൾ നടക്കും. നാളെ നടക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പൊ തിരക്കാൻ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും നിക്കാം. വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റഷായിരുന്നു. ഞങ്ങളിപ്പോ രാവിലെ വരും. രാവിലെ 8 മണിക്ക് വന്നിട്ടാണ് ഇവിടെ എല്ലാം ക്ലിയർ ഒക്കെ ചെയ്തത്. എന്നിട്ടും ശരിയായില്ല, ഒതുങ്ങിയില്ല. ഇന്നലെ എപ്പോ തിരിച്ചുപോയി? ഇന്നലെ നമ്മൾ എത്ര മണിയാവും? 11 മണിയല്ലേ? അത് ഈ ലാസ്റ്റ് ദിവസങ്ങളായിട്ടാണോ ഇത്രയും തിരക്ക്? 2-3 ദിവസമായിട്ട് നല്ല തിരക്കാണ്. അതിന് മുമ്പ് പൊതുവെ എങ്ങനെയായിരുന്നു? അതിക്ക് മുമ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ 8-9 മണിയൊക്കെ ആകുമ്പോൾ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം 11:30. കഴിഞ്ഞ ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഡ്രസ്സാണ് ഇവിടെ. നമ്മുടെ ലേഡീസിന്റെ കുർത്തീസ്, ലേഡീസിന്റെ എത്നിക് കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. സ്റ്റോക്കെല്ലാം ക്ലിയർ ആവുന്നുണ്ടോ? തീരുന്നുണ്ടോ? സ്റ്റോക്കുകളൊക്കെ ക്ലിയർ ആവുന്നു. നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കും ഇതെല്ലാം. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവോണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാൻ തയ്യാറാകുന്നവർ മുല്ലപ്പൂവിന്റെ വില കേട്ടാൽ ഞെട്ടും. 3 ദിവസം മുമ്പ് കിലോയ്ക്ക് 750 രൂപയുണ്ടായിരുന്ന മുല്ലപ്പൂവിന് ഇന്ന് 3000 രൂപയാണ്. ഒരു മുഴത്തിന് 200 രൂപ. മുല്ലപ്പൂവിന്റെ വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. തിരുവോണത്തിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം തിരുവോണത്തെ വരവേൽക്കുന്നതിനു വേണ്ടി അവസാനവട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മലയാളികൾ. സ്വാഭാവികമായി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിലാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, പച്ചക്കറിക്ക് ഇത്തവണ വലിയ വിലവർധന ഉണ്ടായിട്ടില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിലയേ ഉള്ളൂ സാധനങ്ങൾക്കെല്ലാം. പക്ഷേ പൂക്കളുടെ കാര്യം അങ്ങനെയല്ല. ആ മുല്ലപ്പൂവിന്റെയൊക്കെ വില കേട്ടാൽ അങ്ങ് ഷോക്ക് അടിക്കും. അതുപോലെയാണ് വില. ചേട്ടാ, മുല്ലയ്ക്ക് എങ്ങനെയാ വില? മുല്ല ഇന്നലെ 3000 രൂപയായിരുന്നു. മുഴത്തിന് എത്ര? മുഴ ഇന്നലെ ഒരു 200 രൂപ. 200 രൂപയാണ് ഒരു മുഴ. അതിന്റെ പെട്ടെന്ന് കൂടിയത് പൂ കിട്ടാത്തതുകൊണ്ടാണോ? ഒരാഴ്ച വരെ വളരെ വില കുറവായിരുന്നു. ഇന്നലെയും ഇന്നുമാണ് ചെലവുണ്ടായിട്ട് വില കൂടുതൽ. അത് ചെടിയിൽ പൂക്കണ പൂവല്ലേ കായ്ക്കുള്ളൂ. അത് വില ഒരുപാടൊരു ചെലവ് വരുമ്പോൾ സാധനം വില കൂടും. എവിടെയാണ് നിങ്ങൾ എടുക്കുന്നത് പൂ? എവിടെ? നമുക്ക് തോവളയാണ് എടുക്കുന്നത്. ഓക്കെ. പിന്നെ ബാക്കിക്കൊക്കെ മഞ്ഞ ജമന്തിക്കൊക്കെ എങ്ങനെ? മഞ്ഞ ജമന്തിയൊക്കെ വില കുറവില്ല. കിലോ 100 രൂപയൊക്കെ ഉള്ളൂ. അതിനാണോ ഏറ്റവും കുറവ്? അതാണ് ഏറ്റവും കുറവ്. വാടാമുല്ല കിലോ 200, 250. വെള്ള ജമന്തിയോ? വെള്ള ജമന്തി 300 രൂപ. 300. കോഴിവാലം പൂവോ? കോഴിവാലം പൂ 180. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും? എങ്ങനെയാണ് മിക്സ് ചെയ്ത്? ഒരു ചെറിയ അത്തത്തിനൊക്കെ ഒരു 200 രൂപയ്ക്കെല്ലാം കൊടുക്കും. 200 രൂപയ്ക്ക് ആളുകളെ പറഞ്ഞ കൊടുക്കും. മെനിയാന്ന് ഒരു കിലോ 700 രൂപ ആയിരുന്നു. അതിന്റെ തലേദിവസം 900 രൂപ ആയിരുന്നു. ഇന്നലെ ടപ്പന് 2400 രൂപ. ഇന്നൊരു 3 രൂപയെങ്കിലും ആവും.
അപ്പോൾ അതാണ് സാഹചര്യം. മുല്ലപ്പൂവിന്റെ വില അടിക്കടി വർദ്ധിക്കുകയാണ്. നാളെ രാവിലെ വരെ അത് അങ്ങനെ തന്നെയായിരിക്കാം. ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൂക്കച്ചവടക്കാരൊക്കെ പറയുന്നത്. മറ്റ് പൂക്കൾക്കൊന്നും അത്രയ്ക്ക് വലിയ തരത്തിൽ വില കൂടിയിട്ടില്ല. പിന്നെ 400 രൂപയുള്ളത് ഈ വെള്ള ജമന്തിക്കാണ്. മറ്റ് പൂക്കൾ സ്വാഭാവികമായി ഈ അത്തം നിറയ്ക്കുന്നതിന് വേണ്ടി ഒരുക്കുന്ന മറ്റ് പൂക്കൾ അത് ഏതാണ്ട് 200 രൂപയ്ക്ക് ഇതുപോലെ കിറ്റുകൾ കിട്ടും. ചെറിയൊരു അത്തം തയ്യാറാക്കാൻ 200 രൂപയുടെ കിറ്റ് കൊണ്ട് കഴിയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അപ്പം ഈ കിറ്റിന്റെ വിലയും കൂടുവോ? എല്ലാം കൂടെ ഉള്ളത് എല്ലാം കൂടെ ഒരു 200 രൂപയ്ക്കെല്ലാം നമ്മൾ കണക്കിന് കൊടുക്കും. ചില ആൾക്കാർ പറഞ്ഞ പോലെയൊക്കെ കൊടുക്കും. ഒരു 100 രൂപ കൊണ്ടുവന്നാലും കൊടുക്കും, 50 രൂപ കൊണ്ടുവന്നാലും കൊടുക്കും. ഇന്നലെ ഇത്രയും കൂടുമെന്ന് അറിയായിരുന്നോ? ഇന്നിങ്ങനെ ഒരു ഇന്ന് അത് 2 ദിവസം കൂടും. ലാസ്റ്റ് ദിവസം ആകുമ്പോൾ കൂടും. ഈ 10ന്റെ നല്ല വില കൂടും. അപ്പൊ ഇന്ന് കൂടാൻ ഏറ്റവും സാധ്യതയുള്ള മുല്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത വില കൂടാനുള്ള. അപ്പോൾ അങ്ങനെയാണ് കാഴ്ചകൾ. പക്ഷേ വില എത്രയായാലും മുല്ലയൊന്നും ഒഴിവാക്കിയിട്ട് ഒരു അത്തപ്പൂവിനെ കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി അത് കൃത്യമായി കച്ചവടക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വില മുല്ലയ്ക്ക് വന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ. 800-ൽ നിന്ന് പെട്ടെന്ന് 900, 900-ൽ നിന്ന് പിന്നീട് അതങ്ങ് 2400, ഏറ്റവും ഒടുവിൽ 3000. ഒരു മുഴം മുല്ലപ്പൂവിന് 200 രൂപ എന്നതാണ് സ്ഥിതി. സ്വാഭാവികമായി മുല്ലപ്പൂ എത്ര അധികം വിലയാണെങ്കിലും ഒരു മുഴം മുല്ല കൂടി ഇല്ലാതെ അത്തം പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയും ഇത്രയധികം വിലയാണെങ്കിലും മുല്ലപ്പൂ വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിലെ കാഴ്ചക്കുല സമർപ്പണം നടന്നു. ശിവേലിക്ക് ശേഷം കൊടിമര ചുവട്ടിലാണ് കാഴ്ചക്കുല സമർപ്പണം നടന്നത്. ആദ്യത്തെ കാഴ്ചക്കുല ക്ഷേത്രം മേൽശാന്തി ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ, വിശിഷ്ട വ്യക്തികളും കാഴ്ചക്കുല സമർപ്പിച്ചു. കാഴ്ചക്കുല സമർപ്പണം എന്നത് ഓരോ ഭക്തന്റെയും ആത്മസമർപ്പണം കൂടിയാണ്. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുടർന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. കന്നിമാസ പൂജകൾ കൂടിയുള്ളതിനാൽ തുടർച്ചയായ 9 ദിവസം ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരമുണ്ട്. കന്നിമാസ പൂജകൾക്ക് ശേഷം സെപ്റ്റംബർ 21-നാണ് നട അടയ്ക്കുക. ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിൽ സന്നിധാനത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും ഓണസദ്യ നൽകും. ഉത്രാടത്തിന് ശബരിമല മേൽശാന്തിയുടെയും തിരുവോണത്തിന് ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടം നാളിൽ പോലീസിന്റെയും വകയാണ് സദ്യ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഹൃദ്യമായ ഓണാശംസകൾ നേർന്നു. ഓണത്തിന്റെ മഹിമ ആഘോഷത്തിന്റെ പകിട്ടിലല്ല, അത് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശത്തിലാണ്. ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായ മാനസിക ഒരുമയുടെ ഉത്സവമായ ഓണത്തിന്റെ സ്നേഹ സന്ദേശം ലോകമെങ്ങും എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ഓണസമ്മാനമായി വീട് നിർമ്മിച്ചു നൽകി പ്രവാസി വ്യവസായി. പത്തനംതിട്ട കോന്നി സ്വദേശി മടക്കമൂട്ടിൽ മാത്യു കോശിയാണ് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി മാതൃകയായത്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി കുടുംബങ്ങൾക്ക് മുമ്പും വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇദ്ദേഹം. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വൈദികരും അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ തെയ്യം ദേശസഞ്ചാരം തുടങ്ങി. ഉത്തര മലബാറിലെ ചില ഗ്രാമങ്ങളിലാണ് മഹാബലി സങ്കല്പത്തിലുള്ള ഓണത്താർ ഗൃഹസന്ദർശനം നടത്തുന്നത്. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മണിക്കിലുക്കം കേൾപ്പിച്ച് തിരുവോണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ വന്നെത്തി. ചിലയിടങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണത്താർ വീടുകളിലെത്താറുള്ളത്. കുട്ടികളാണ് കോലമണിയുക. മണികിലുക്കി ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവട് വെച്ചാണ് ഓണത്താർ എത്തുന്നത്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. വീടുകളിലെത്തുന്ന ഓണത്താർ തെയ്യം പാട്ടിന്റെ അകമ്പടിയോടെ പൂക്കളത്തിന് ചുറ്റും നൃത്തം വയ്ക്കും.
മഹാബലി സങ്കല്പവുമായി ഓണത്താർ വീട്ടുമുറ്റങ്ങളിലേക്ക് പടികയറുമ്പോൾ നിറദീപവുമായി വീട്ടമ്മമാർ വരവേൽക്കുന്നു. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിന്റെ ഉള്ളടക്കം. മാവേലിപ്പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഇത് പറയപ്പെടുന്നു. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് ഓണത്താർ വേഷം കെട്ടുക. ഇങ്ങനെ ഈ ചിങ്ങമാസത്തിലാണ് ഐശ്വര്യം വീട്ടിലേക്ക് വരുന്നത്. പൊന്നോണത്തിനോടനുബന്ധിച്ച് ഓണത്തിനോടനുബന്ധിച്ചാണ് ഐശ്വര്യം വരുന്നത്. അതുകൊണ്ട് അത്തം മുതൽ 10 ദിവസങ്ങളിലായിട്ട് ഈ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു സങ്കല്പത്തോട് കൂടിയിട്ടാണ് ഈ ഓണത്താർ വരുന്നത്. അങ്ങനെ ഇപ്പം ഇത് ലോപിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ജില്ലകളിൽ ഈ വടക്കൻ മേഖലയിൽ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഇവിടെ ഇപ്പം കാഞ്ഞങ്ങാട്, നീലേശ്വരം ഇങ്ങനെ 2-3 ഏരിയയിൽ മാത്രമേ ഇതില്ലൂ. നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും സങ്കല്പമുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് ഓണത്തെയ്യം. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ഓണം ആഘോഷിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പരിമിതമായ രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേണൽ രാജീവ് മണ്ണാളി ഭദ്രദീപം തെളിയിച്ചു. ഡോക്ടർമാർ ഉൾപ്പെടെ 150ഓളം ജീവനക്കാർ അണിനിരന്ന മെഗാ തിരുവാതിര, അത്തപ്പൂക്കളം, ഓണസദ്യ എന്നിവയും സംഘടിപ്പിച്ചു. ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയ്ക്ക് പിന്നാലെ കയ്യേറ്റ ഭൂമിയുടെ അതിർത്തി ഉദ്യോഗസ്ഥർ നിർണയിച്ചു നൽകി. വിവാദ ഭൂമി മുൻപ് കൈവശം വെച്ചിരുന്ന തമിഴ്നാട് സ്വദേശി മൈജോ ജോസഫാണ് അപേക്ഷ നൽകിയത്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഉടുമ്പൻചോല തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയത് ഡെപ്യൂട്ടി കളക്ടർ LR മനോജ്. സ്ഥലം തിട്ടപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കി നൽകിയത് താലൂക്ക് സർവേയർ ബിവിൻ രാജാണ്. 354.900 ഹെക്ടർ വരുന്ന പാറ പുറമ്പോക്ക് ഭൂമിക്ക് മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി വ്യാജരേഖ ചമച്ചു നൽകി. IG K സേതുരാമൻ അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ. കോഴിക്കോട് ഉള്ളിയേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവും പിന്നാലെ അമ്മയും മരിച്ചതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചികിത്സാ പിഴവ് മൂലമാണ് മരണമെന്നായിരുന്നു പരാതി. ഏകരൂർ ഉണ്ണികുളം ആർപ്പറ്റ വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ കുഞ്ഞുമാണ് മരിച്ചത്. ഉള്ളേരിയയിലെ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അശ്വതിയെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച പുലർച്ചെ ഗർഭസ്ഥ ശിശു മരിച്ചതായി ആശുപത്രി അറിയിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതിയെ കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയ്ക്കിടെ അശ്വതിയും മരിക്കുകയായിരുന്നു. കണ്ണൂരിൽ കാർ ഇടിച്ചു വീണ ബൈക്ക് യാത്രികൻ റോഡരികിൽ രക്തം വാർന്നു മരിച്ചു. വിളക്കോട് സ്വദേശി TK റിയാസ് ആണ് മരിച്ചത്. 20 മിനിറ്റോളം റിയാസ് റോഡിൽ രക്തം വാർന്നു കിടന്നു. അപകടം നടന്നത് ഇന്നലെ രാത്രിയാണ്. നിർത്താതെ പോയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ൽ നിന്ന്